ആവേശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞങ്ങളൊന്ന് ജോക്കുട്ടനായിട്ട് വേറൊരു യാത്രയിലാണ്. ഇന്നത്തെ പോലെ ഞങ്ങൾ 3 പേരാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്സ്ഫോർഡിന് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് നമ്മുടെ കോട്സ്വേൾഡ് വില്ലേജ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കോട്സ്വേൾഡ് വില്ലേജിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ കേട്ടേക്കണേ. ലോവർ സ്ലോട്ടറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കോട്സ്വേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബൈബറി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ബൈബറിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ആർക്കിടെക്ചറും പിന്നെ വില്ലേജിൻ്റെ ഒരു സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ കാണാൻ പറ്റുന്ന അത്രയും റഷില്ലാത്ത ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ലോവർ സ്ലോട്ടേഴ്സ്. ഒരു ദിവസമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. സ്ട്രീറ്റ് പാർക്കിംഗ് ഫ്രീ ആണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ യാത്രയിൽ അധികം ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവില്ല. നമ്മളെവിടെയുള്ളേ? പള്ളിയിൽ വന്നേക്കാണ്. ചിച്ചൊരു സക്കരെ. ജോക്കുട്ടൻ ആദ്യമായിട്ട് ഇത്രയും ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കണേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ്. ചെറുതായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. എന്നാ എന്നാ കാണണ നീ? എന്ത് എക്സൈറ്റ്മെൻറ്റാ? വെള്ളത്തിൻ്റെ സൗണ്ട്, എക്സൈറ്റ്മെൻറ്റ്. എന്തെന്നാണത്? നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. എൻ്റെ അറിവ് 8 to 6 ഇവിടെ ഇടുന്നത് ഫ്രീ ആണെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളുടെ സ്ട്രക്ചറുകളാണ്. വീടുകളുടെ മുമ്പിൽ കിടക്കുന്ന കാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചില വണ്ടികൾ വിൻറ്റേജ് കാറുകൾ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടികളോട്ട് അധികം കടന്നു കയറി വീഡിയോ എടുക്കുന്നില്ല. ഇവിടുത്തെ വില്ലേജിൻ്റേതായ ആ ഒരു പഴയ ഇവരുടെ തനത് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ച് ബിൽഡ് ചെയ്തേക്കുന്ന വീടുകളും അതേപോലത്തെ സ്ട്രക്ചറുകളും കാണാൻ നല്ല രസമാണ്. അവസാനിപ്പിച്ചാലോടെ ഇന്നത്തെ യാത്ര? പോയാലോ? വീട്ടിൽ പോയാലോ? പള്ളിയൊക്കെ കണ്ട ഹാപ്പിയാണോ? ബ്രൂ കഴിഞ്ഞില്ല, ഇനിയും പോണോ? ബേ
എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കണതാണ്. ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ബൈബറിയിൽ പോയപ്പോൾ കിട്ടിയ ഒരു സെയിം ഫീലിംഗ് മുന്നോട്ടുള്ള യാത്രകൾ കാണാം. ഈ യാത്രയിൽ അധികം നമുക്ക് ഡിസ്ക്രിപ്ഷനൊന്നും പറയാൻ പറ്റിയില്ല, കാരണം പ്രിപ്പയർഡ് ആയിരുന്നില്ല. വരുമ്പോൾ കാണാൻ.